കേരളത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ തുടങ്ങിയിട്ട് നാളുകളേറെയായല്ലോ. കേരളത്തിൽ കഴിഞ്ഞ 3 മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നേയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അടക്കമുള്ളവരെ തിരഞ്ഞെടുക്കുന്ന ആ നടപടികൾ ആരംഭിച്ചത്. പക്ഷേ അർദ്ധവർഷം കഴിഞ്ഞിട്ടും ആ പണി പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തത് ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഒരു എം.എൽ.എ പോലുമില്ലാത്തൊരു പാർട്ടിയാണ്. പക്ഷേ അതിൻ്റെ ഒരു അഹങ്കാരക്കുറവൊന്നും ഇവിടെയുള്ള ബി.ജെ.പിക്കാരെ സംബന്ധിച്ചൊന്നുമില്ല. അവർ ഇപ്പോൾ പാർട്ടിയിൽ പരസ്പരം മത്സരിക്കുകയാണ്. സ്വന്തം സ്ഥാനമാനങ്ങൾ നേടുവാനുള്ള മത്സരം. എങ്ങനെയെങ്കിലും ഈ സ്ഥാനമാനങ്ങൾ നേടിയെടുത്താലോ അതും വാങ്ങി നേരെ വീട്ടിൽ പോയി ഇങ്ങനെ കുത്തിയിരിക്കും. പിന്നെ ഇതിലെ പലരെയും മഷിയിട്ട് നോക്കിയാൽ പോലും കാണുവാൻ സാധിക്കില്ല. ഒരു അലങ്കാരത്തിനു വേണ്ടി ഒരു ചുമതല, അത്രമാത്രം. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയല്ലേ, അപ്പോൾ പേരിന് ഒരു ചുമതലയൊക്കെ ആകാം. സത്യത്തിൽ കേരളത്തിലെ ബി.ജെ.പി ഇപ്പോൾ ഒരു സ്തംഭന അവസ്ഥയിലാണ്. ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടും അത്തരം വിഷയങ്ങളിൽ ഇടപെടുവാൻ ബി.ജെ.പിയെ കാണുന്നില്ല. ആകെ നടക്കുന്നത് കെ സുരേന്ദ്രൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു പ്രസ്താവനകൾ മാത്രമാണ്. എന്താണ് ബി.ജെ.പിയിൽ ഇത്ര പ്രതിസന്ധി? എല്ലാ ജില്ലകളിലും ജില്ലാ പ്രസിഡന്റുമാരെ മാത്രം ഇങ്ങനെ നിശ്ചയിച്ചുവെങ്കിലും മറ്റ് ജില്ലാ ഭാരവാഹികളെയൊന്നും ഒരു ജില്ലയിലും പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ ഒരു അധികാര സ്ഥാനത്ത് ഇല്ല എങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ആ പകിട്ട് പറഞ്ഞാണല്ലോ ഇവിടെ വിലസിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ 3ാമത്തെ തവണയും ബി.ജെ.പി അധികാരത്തിൽ വന്നതുകൊണ്ടാകാം കേരളം മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ സാധിച്ചിട്ടില്ല. പലയിടത്തും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ വലിയ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകുമെന്ന തിരിച്ചറിവിൽ തന്നെയാണ് പലയിടങ്ങളിലും ഇങ്ങനെ ഈ വിമുഖത കാണിക്കുന്നത്. എന്നാൽ അത്തരം സംസ്ഥാനങ്ങളിലൊക്കെ ബി.ജെ.പി അധികാരത്തിൽ എത്തിയിട്ടുള്ള ഇടങ്ങളാണ്. എന്നാൽ ഇവിടെ കേരളം അങ്ങനെയല്ലല്ലോ. സംസ്ഥാനങ്ങളിലെ ഇത്തരം പ്രതിസന്ധി ബി.ജെ.പിക്ക് അങ്ങ് കേന്ദ്രത്തിലും കീറാമുട്ടിയാവുകയാണ്. ദേശീയ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന ജെ.പി. നദ്ദ നിലവിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനവും പങ്കിടുകയാണ്. അങ്ങനെ ഇരട്ട ചുമതല വഹിക്കുന്ന ജെ.പി. നദ്ദയെ അങ്ങനെ രക്ഷപ്പെടുത്തുവാൻ ബി.ജെ.പിക്ക് ഇപ്പോൾ വരെ സാധിച്ചിട്ടില്ല. എന്നാൽ മറ്റു ചെറിയ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി സംഘടനാ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയിട്ടുമുണ്ട്. നിലവിൽ പകുതിയിലധികമെങ്കിലും സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തിയെങ്കിൽ മാത്രമേ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ആ പ്രക്രിയ ഇവിടെ പൂർത്തിയാകൂ. അതുകൊണ്ട് കേരളത്തിലും ഉടൻ ഒരു സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തി അത് പൂർത്തീകരിക്കാൻ തന്നെയാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. നിലവിൽ ഇവിടെ 3-4 പേരുടെ പേരാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. നിലവിലെ പ്രസിഡന്റായ കെ സുരേന്ദ്രന് തന്നെ ഒരവസരം കൂടി നൽകണമെന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു വിഭാഗം ജനറൽ സെക്രട്ടറിയും മികച്ച പ്രാസംഗികനുമൊക്കെയായ എം.ടി. രമേശിന്റെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിലവിൽ സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ ആ ദേശീയ നേതൃത്വവുമായിട്ടുള്ള അടുപ്പമൊക്കെ വെച്ച് ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരെ തുണയ്ക്കുമോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഇതിനിടയിൽ തിരുവനന്തപുരം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പേരും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന്റെ ഏറെ താല്പര്യമുള്ളതും ബി.ജെ.പിക്ക് കേരളത്തിൽ ഒരു മുന്നേറ്റം നടത്തുവാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മുൻ സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ വി മുരളീധരന്റെ പേരാണ് ഇപ്പോൾ അവസാനമായി എത്തി നിൽക്കുന്നത്. 2ാം പിണറായി സർക്കാരിനെതിരെ ഒരു കേന്ദ്രമന്ത്രിയായിരുന്നിട്ട് കൂടി നേരെ നോക്കി ഇങ്ങനെ പോരാടിയിരുന്നത് വി മുരളീധരൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മുരളീധരൻ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്നും മാറിയപ്പോഴാണ് പിണറായി വിജയനും അല്പം ശ്വാസമൊക്കെ നേരെ വീണത്. കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്ന് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച വി മുരളീധരനെ പിന്നീട് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നതിൻ്റെ ഒരു കാരണവും അദ്ദേഹത്തെ മുൻനിർത്തി കേരളത്തിൽ ബി.ജെ.പിയെ മുന്നോട്ട് ചലിപ്പിക്കണമെന്ന തീരുമാനത്തിൽ തന്നെയാണ്. നേരത്തെ ഒരു തവണ വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പും ഇവിടെ ഉണ്ടായിരുന്നില്ല. നെഹ്റു യുവകേന്ദ്രയുടെ ദേശീയ കോർഡിനേറ്ററായിരുന്നതിന് ശേഷമായിരുന്നു അദ്ദേഹം പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുത്തത്. എന്നാൽ അന്ന് കേരളത്തിലെ ബി.ജെ.പിയിൽ പ്രധാന ഗ്രൂപ്പുകാർ ആയിരുന്ന പി.കെ. കൃഷ്ണദാസ് പക്ഷത്തിനെ അങ്ങനെ നേരിടുവാനാണ് അന്നത്തെ മറ്റൊരു ഗ്രൂപ്പായിരുന്ന കെ സുരേന്ദ്രൻ ഗ്രൂപ്പുമായി മുരളീധരന് സഹകരിക്കേണ്ടതായി വന്നത്. എന്നാൽ പിൽക്കാലത്ത് ഈ ഗ്രൂപ്പിനോടും അകലം പാലിച്ച വി മുരളീധരനെയാണ് പിന്നീട് നാം കണ്ടത്. ദേശീയ നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തോടുകൂടി എല്ലാ ഗ്രൂപ്പിൽ നിന്നും അങ്ങനെ ഒഴിവായി ഒരു പുതിയ ബി.ജെ.പിയെ ഇവിടെ കേരളത്തിൽ രൂപപ്പെടുത്തുക എന്ന ഒരു വലിയ ദൗത്യമാണ് ശ്രീ വി മുരളീധരൻ ഇപ്പോൾ ഏറ്റെടുക്കാൻ പോകുന്നത്.